റൂമിലെത്തിയിട്ടും ഒരക്ഷരം പോലും തന്നോട് മിണ്ടാതെ പിണങ്ങി നിൽക്കുന്നവളെ വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട്. അറിയാം തന്നോട് ദേഷ്യമുണ്ടാകുമെന്ന്. ഒരു വാക്കെങ്കിലും സൂചിപ്പിക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതൊന്നും ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ലല്ലോ. ഇനി എത്ര ദിവസത്തേക്കാണാവോ ഈ പിണക്കം? പിണങ്ങിയും ഇണങ്ങിയും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകും. അല്ല, അതിനൊരു പരിധിവരെ കാരണം ഞാൻ തന്നെ, എൻ്റെ എടുത്തുചാട്ടം. സ്വയം ഓർത്തപ്പോൾ വിഷ്ണുവിന് ചിരി വന്നു. ഒപ്പം ധൃതിയോടെ റെഡിയാകുന്നവളെയും വിഷ്ണു ഇടംകണ്ണാലെ നോക്കി. കണ്ണാടിയിൽ നിന്ന് അവളുടെ കണ്ണുകൾ ഇടയ്ക്കൊക്കെ വിഷ്ണുവിലേക്ക് പാളിപ്പോകുന്നുണ്ട്. ചെറുചിരിയോടെ നിൽക്കുന്നവനെ കണ്ടപ്പോൾ അവൾ മുഖം കൂർപ്പിച്ചു. വേഗം ഒരുക്കം പൂർത്തിയാക്കാൻ നോക്കുന്നിടയിൽ സിന്ദൂരം ചാർത്താൻ നോക്കുമ്പോഴാണ് അത് കൈയിലേക്ക് പടർന്നത്. ഒപ്പം തൻ്റെ വെള്ള കളർ ചുരിദാറിലേക്കും അത് പടർന്നു. അയ്യോ! ജാനി നീങ്ങുമ്പോഴേക്കും ആ സിന്ദൂരം ചുരിദാറിൽ വീണിരുന്നു. എന്തുപറ്റി? ചുരിദാറിൽ നിന്ന് സിന്ദൂരം തട്ടിക്കളയുന്നവളെ കണ്ട് വിഷ്ണു വേഗം അവളുടെ അടുത്തേക്ക് വന്നു. ശേ, സാരമില്ല, മാറ്റിയിട്ടോളൂ. ഡ്രസ്സിൽ മുഴുവനായല്ലോ. അവനും ചുരിദാറിൽ നിന്ന് സിന്ദൂരം തട്ടിക്കളയുന്നുണ്ട്. ഇതേ സമയം ജാനി അവനെ ശ്രദ്ധിക്കുകയാണ്. കുറച്ചു നേരത്തെ എന്തൊക്കെയായിരുന്നു? ആ മുഖം കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടായിരുന്നു. ആ മനുഷ്യൻ തന്നെയല്ലേ ഇപ്പോൾ തൻ്റെ അടുത്ത്? എന്തൊക്കെയോ ഓർക്കുമ്പോൾ ജാനിക്ക് ചിരിയും വരുന്നു. അതോടൊപ്പം വേദനയും തോന്നുന്നു. വിഷ്ണു ചുരിദാറിൽ നിന്ന് സിന്ദൂരം തട്ടിക്കളഞ്ഞ് ജാനിയെ നോക്കുമ്പോഴാണ് തന്നിലേക്ക് തന്നെ നോട്ടം എഴുതി നിൽക്കുന്നവളെ അവൻ കാണുന്നത്. വിഷ്ണുവിൻ്റെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടതും ജാനി അവനിൽ നിന്ന് നോട്ടം മാറ്റി. പെടുന്നനെ അവൻ്റെ അടുത്തു നിന്നും ചുരിദാറിൻ്റെ ടോപ്പ് പിടിച്ചു മാറ്റി കബോർഡിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. അതേ പുഞ്ചിരിയോടെ അവളെയും നോക്കിക്കൊണ്ട് വിഷ്ണു അവിടെ നിന്നു. പരിഭവവും പിണക്കവും ഉണ്ടാകുമെന്ന് അവന് അറിയാം. അതൊക്കെ മാറ്റിയെടുക്കാൻ ഈയൊരു ജീവിതം മുഴുവൻ ഉണ്ടെന്നും അവന് ഓർത്തു. ഇനിയും തൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും അവൻ നിശ്ചയിച്ചു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് തളർന്നുപോയ തൻ്റെ പെണ്ണിനെ ഓർക്കുമ്പോൾ അവൻ്റെ നെഞ്ചു നീറുന്നുണ്ട്. എല്ലാം ഒരു കരയ്ക്ക് എത്തിക്കുവാൻ വേണ്ടി ഒന്നും കണ്ടില്ലെന്ന് നടിച്ചതാണ്. ഇനിയും ആരും തങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടെന്ന് അവൻ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ നാടകമായിരുന്നു കുറച്ചു മുമ്പേ താഴെ നടന്നതെന്ന് അവൻ ഓർക്കാതിരുന്നില്ല. എല്ലാവരും കല്യാണത്തിന് വേണ്ട ഡ്രസ്സ് തിരയുന്ന തിരക്കിലാണ്. അവരവർക്ക് വേണ്ടത് അവരവർ തന്നെ സെലക്ട് ചെയ്യുന്നു. സ്നേഹ മുൻകൂട്ടി ഒരു കളർ സെലക്ട് ചെയ്തത് കൊണ്ട് അവൾക്ക് പുടവ എടുക്കുവാൻ വേണ്ടി കൂടുതൽ സമയം എടുത്തില്ല. പിന്നെയുള്ള അത്യാവശ്യ ഡ്രസ്സുകൾ അവളും അഭിയും കൂടി തന്നെ എടുത്തു. അപ്പോഴേക്ക് മറ്റുള്ളവർ അവരവർക്ക് വേണ്ടത് എടുക്കുകയാണ്. മാനസ പീക്കോക്ക് ഗ്രീനുള്ള നല്ലൊരു സാരിയാണ് എടുത്തത്. അതിന് മേച്ചായി തന്നെ മനുവും കുർത്തയും കസവ് മുണ്ടും എടുത്തു. തലേ ദിവസത്തേക്ക് വേണ്ടതും അവർ ഒരുപോലെയുള്ള നിറം തന്നെയാണ് ചൂസ് ചെയ്തത്. തൻ്റെ മനസ്സിൽ ഏതെങ്കിലും കളറുണ്ടോ? കുറേ നേരമായി അടുക്കി വെച്ചിരിക്കുന്ന സാരിയിലേക്ക് നോട്ടം എഴുതി നിൽക്കുന്ന ജാനിയെ കണ്ട് വിഷ്ണു അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇല്ല. അവന് കേൾക്കാൻ പാകത്തിലായിരുന്നു അവളുടെ ശബ്ദം. ഞാൻ എടുത്തു തരട്ടെ? അവളെ നോക്കാതെ സാരി സെക്ഷനിലേക്ക് നോക്കിയാണ് അവൻ്റെ ചോദ്യം. അവൾ ഒന്ന് മൂളിയതേയുള്ളൂ. കുറേ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവൻ ഡാർക്ക് കുങ്കുമ നിറത്തിലുള്ള ഒരു പട്ടുസാരി കണ്ടെത്തി. ആ സാരി കണ്ടതും ജാനിയുടെ കണ്ണുകൾ വിടരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവന് അത്രയേറെ ഇഷ്ടമുണ്ടായിരുന്നു ആ കളർ. ജാനിക്ക് ഒരുപാട് ചേരുമെന്നും അവൻ ഓർത്തു. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. സ്നേഹയെയും മാനസിയെയും അവരവരുടെ വീടുകളിൽ ഇറക്കിയാണ് മറ്റുള്ളവർ മനക്കിലേക്ക് വന്നത്. ആദ്യം വരാമെന്ന് പറഞ്ഞതാണ് ഷോപ്പിങ്ങിന്. പക്ഷേ അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. ഒന്ന് ഫ്രഷായി കഴിഞ്ഞ വിഷ്ണു ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കി വെക്കുന്ന തിരക്കിലാണ് ജാനി. അതിൻ്റെ കൂടെ അവൾക്ക് വാങ്ങിയ കുങ്കുമ നിറത്തിലുള്ള പട്ടുസാരിയും അവൾ നോക്കുന്നുണ്ട്. അവൾക്ക് അത്രയും ഇഷ്ടമായിരിക്കുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അല്ലെങ്കിലും ആ കളർ അവളെ മനോഹരിയാക്കിയിരുന്നു. നെറുകയിലെ സിന്ദൂരത്തിൻ്റെ കളർ. എല്ലാം അടുക്കിപ്പറക്കി എടുത്തു വെച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അവൾ കാണുന്നത്. താൻ ഫ്രഷാകുന്നില്ലേ? ഒരു മുണ്ടു മാത്രം ഉടുത്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് അവൾ മൂളി. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ കബോർഡിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോകുമ്പോഴാണ് വിഷ്ണുവിൻ്റെ പിടുത്തം അവളുടെ കയ്യിലേക്ക് വീണത്. പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ അവൾ ഒന്ന് ഞെട്ടിപ്പോയി. കയ്യിലുള്ള ഡ്രസ്സുകൾ താഴേക്ക് വീഴുകയും ചെയ്തു. എന്നോട് ദേഷ്യമുണ്ടോ? പെടുന്നനെയുള്ള അവൻ്റെ ചോദ്യം. അവനറിയാം ജാനിയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിരുന്നുവെന്ന്. മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് കരുതിയതല്ല. പക്ഷേ എല്ലാം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ മതിയാകൂ എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. എന്നോട് പറയാമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ താനത് ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. പറയ്, എന്നോട് ദേഷ്യമുണ്ടോ?
കയ്യിലുള്ള പിടുത്തം ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് നോക്കിയാണ് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് കുതറി മാറാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. അവന്റെ സ്പർശനവും നോട്ടവും അവളെ വല്ലാതെയാക്കുന്നു. ഇതുവരെ തോന്നാത്ത പലതും തോന്നിപ്പോകുന്നത് പോലെ. അടങ്ങി നിൽക്ക് പെണ്ണേ. തന്റെ പിടുത്തത്തിൽ നിന്ന് കുതിർന്നവളെ അവൻ മുറുകെ പിടിച്ചു. എനിക്ക് കുളിക്കണം. ശബ്ദം വറ്റിയുള്ള അവളുടെ സംസാരം. ഞാൻ ചോദിച്ചതിന് മറുപടി താ. അതിനുശേഷം താൻ കുളിച്ചോ? ഒരിക്കൽ കൂടി അവളെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതേസമയം അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞു പോകുന്ന ഭാവങ്ങളും വിറയാർന്ന ചുണ്ടുകളും അവൻ നോക്കി കാണുന്നുമുണ്ട്. ഇല്ല, എനിക്ക് ദേഷ്യമൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവന്റെ പിടുത്തത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി പെണ്ണിന്. ശരിക്കും അവന്റെ ചുണ്ടുകളിലും സംസാരത്തിലും കള്ളത്തരം തെളിഞ്ഞു കാണാം. ആ, എന്നെ വിടുന്നേ. അവന്റെ മുറുക്കം അവൾ തന്റെ കൈയോട് അഴിച്ചെടുക്കാൻ നോക്കുകയാണ്. ചെറു പുഞ്ചിരിയോടെ അവളുടെ കണ്ണുകളിലെ പിടപ്പ് നോക്കിക്കൊണ്ട് അവൻ തന്റെ മുറുക്കം പതിയെ അയച്ചു. കൈ അയഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി താഴെ കിടക്കുന്ന ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് ഓടിക്കയറി. അവൾ പോയി കഴിഞ്ഞതും അവന്റെ ചുണ്ടിൽ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. ഒപ്പം ബെഡിലുള്ള തന്റെ ഫോണും എടുത്ത് അവൻ ബാൽക്കണിയിലേക്ക് തിരിച്ചു. ബാത്റൂമിൽ കയറി വേഗം ഡോർ ലോക്ക് ചെയ്ത് അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം അടക്കി വെച്ചു. അദ്ദേഹത്തിന്റെ സ്പർശനം തന്നെ വല്ലാതെ ആക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും തോന്നുന്നു. ഇനി അദ്ദേഹത്തിൽ നിന്ന് ഒരു ഒഴിഞ്ഞുപോക്ക് നടക്കില്ലെന്ന് അവൾ ഓർത്തു. ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സന്തോഷമായി ജീവിക്കാൻ. പക്ഷേ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് മനസ്സ് വേദനിക്കുകയും ചെയ്യുകയാണ്. എന്തൊക്കെ പരീക്ഷണങ്ങളാണ് തന്റെ ജീവിതത്തിൽ എന്നവൾ ഓർത്തു. ജനിച്ചതു മുതൽ ഈ നിമിഷം വരെ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് എപ്പോഴൊക്കെയോ സന്തോഷം കണ്ടത്. ഇനിയും തന്റെ ജീവിതത്തിന്റെ ഒഴുക്ക് എവിടേക്കായിരിക്കും? അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാം നല്ലതുപോലെ ആകാനായിരിക്കില്ലേ രാവിലെ എന്നെ വേദനിപ്പിച്ചത്? സന്തോഷവും വേദനയും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. പക്ഷേ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ഇനിയുള്ള തന്റെ ജീവിതം സ്വർഗതുല്യമാകുമെന്ന്. കരയാൻ തന്നെ ജാനി മറക്കുമെന്ന്. അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ 2 കരങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. ഹലോ, എന്തായി? സാർ പറഞ്ഞതുപോലെ എല്ലാം ഓക്കെയാണ്. അവനൊന്ന് സെല്ലിൽ എത്തിക്കോട്ടെ. മറക്കാൻ പറ്റാത്ത വേദന നൽകി വേണം അവനെ പറഞ്ഞയക്കാൻ. കുടിച്ച മുലപ്പാൽ പോലും അവനെ കൊണ്ട് ഛർദ്ദിപ്പിക്കണം. സാർ പറയുന്നത് പോലെ അവനൊന്ന് ഇങ്ങോട്ടേക്ക് വന്നോട്ടെ. പിള്ളേരൊക്കെ റെഡിയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക്. അറിയാലോ, ഒരു തെളിവും ഉണ്ടാകരുത്. ഇനി അവൻ ഒരു പെണ്ണിനെയും തൊടാനോ ദ്രോഹിക്കാനോ പാടില്ല. മരണം കൊണ്ട് അവനത് അറിയിച്ചു കൊടുക്കണം. ഇതുവരെ നേടിയ സുഖമൊക്കെ അവൻ വേദനയിലൂടെ മറക്കണം. സാർ പറയുന്നത് പോലെ. ഞങ്ങൾക്കും ഉണ്ടല്ലോ പെങ്ങന്മാർ. വേണ്ടതുപോലെ ചെയ്തോളാം. ഫോൺ കട്ടാക്കി വിഷ്ണു തിരിഞ്ഞതും ബാൽക്കണി ഡോറിൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്ന ജാനിയെയാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് ജാനിയെ അവിടെ കണ്ടതും അവനൊന്ന് വെപ്രാളപ്പെട്ടു. താൻ ഫോണിലൂടെ സംസാരിച്ചതൊക്കെ കേട്ടിട്ടുണ്ടാകുമോ? ആരും അറിയാതെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ വേണം അവനെ ഈ ലോകത്തോട് വിട പറയിപ്പിക്കാൻ എന്ന് വിഷ്ണു നിശ്ചയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ജാനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്തായാലും അവളുടെ ഏട്ടനല്ലേ. അയാൾ എത്ര തന്നെ ക്രൂരനായാലും സ്വന്തം ഏട്ടനെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരു അനിയത്തിയും ആഗ്രഹിക്കില്ലല്ലോ. അയാളെ കൊന്നുകളയാനാണോ? വെപ്രാളപ്പെട്ട് നിൽക്കുന്ന വിഷ്ണുവിന്റെ മുഖത്ത് നോക്കി തന്നെ ജാനി ചോദിക്കുകയാണ്. ആ ചോദ്യം വന്നപ്പോൾ തന്നെ വിഷ്ണുവിന് മനസ്സിലായി താൻ സംസാരിച്ചതൊക്കെ ജാനി കേട്ടിട്ടുണ്ടെന്ന്. ഉത്തരം നൽകാൻ കഴിയാതെ വിഷ്ണു പതറി. ആരും അറിയാതെ തീർക്കാനായിരുന്നു പദ്ധതി. പക്ഷേ ജാനി അറിഞ്ഞിരിക്കുന്നു. അതുമല്ല, കോപത്തോടെ നിൽക്കുന്നവളെ കാണുമ്പോൾ വല്ലാതെയാകുന്നുമുണ്ട് വിഷ്ണുവിന്. ജാനിയുടെ ഈ മാറ്റം അവന് പുതുമയുള്ളതാണ്. എന്നും പതിഞ്ഞു നിൽക്കാറാണ് പെണ്ണ്. തന്നോട് ഇതുവരെ ചോദ്യം പോയിട്ട് ഒന്ന് നേരെ മിണ്ടിയിട്ടു പോലുമില്ല. അവളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തു പറയണമെന്നറിയാതെ വിഷ്ണു കുഴങ്ങി. അയാളെ കൊന്നുകളഞ്ഞാൽ ഇത്രയും നാളും അയാൾ ചെയ്തു കൂട്ടിയതിനൊക്കെ ശിക്ഷ കിട്ടാതായി പോകില്ലേ? നരകിച്ചു വേണം അയാൾ മരിക്കാൻ. ഒന്ന് ചാവാൻ കൊതി തോന്നണം അയാൾക്ക്. ഓരോ ദിനങ്ങളിലും ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓർത്ത് അലറി കരയണം അയാൾ. വിഷ്ണുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും അവനോട് പറയുകയാണ് ജാനി. അവളുടെ വാക്കുകളിൽ മൂർച്ചയുണ്ട്. സുധിയെ അത്രമാത്രം വെറുത്തിരിക്കുന്നു ജാനി. സംരക്ഷിക്കേണ്ടവൻ തന്നെ തന്റെ പെണ്ണുടലിനെ കൊതിച്ചു. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മുന്നിൽ വച്ചു പോലും അവന്റെ കാമലീലകൾ. കണ്ണീരുണങ്ങാത്ത രാത്രികൾ ഉണ്ടായിരുന്നില്ല തന്റെയും മീരേച്ചിയുടെയും ജീവിതത്തിൽ. ഓരോന്നോർക്കുമ്പോൾ അവൾക്ക് പകയെരിയുകയാണ്. തന്റെ നിസ്സഹായ അവസ്ഥ ഇത്രയും നാളും അയാൾ ചൂഷണം ചെയ്യുകയായിരുന്നു. പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥ. ജാനിയെ പ്രതികരണശേഷിയില്ലാത്തവളാക്കിയതും അവന്റെ മിടുക്കായിരുന്നു. എവിടെയും ഭയം മാത്രം. ഇതേസമയം ജാനിയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വിഷ്ണുവിന് അത്ഭുതമാണ് തോന്നുന്നത്.
അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു സംസാരം ഉണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചതല്ല. ഇനിയും അവളെക്കുറിച്ച് കുറേ മനസ്സിലാക്കാനുണ്ട് എന്ന് വിഷ്ണു ഓർത്തു. ജാനി ഇപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ അവൾ അത്രയും അനുഭവിച്ചിരിക്കുന്നു. തൻ്റെ ഇഷ്ടം പോലെ എല്ലാ വേദനയും നൽകിയേ അവനെ ഈ ലോകത്തോട് വിട പറയിപ്പിക്കും. പകയെരിയുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞു. അത് കേട്ടതും പിന്നെ ജാനി അവിടെ നിന്നില്ല. അവൾ റൂമിലേക്ക് പോയി. പിറകെ വിഷ്ണുവും. അതേ. ജാനി തിരിഞ്ഞു നടന്നതും വിഷ്ണു പിറകിൽ നിന്നും അവളെ വിളിച്ചു. എന്താണ് കാര്യം എന്നറിയാൻ അവൾ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. നമുക്ക് ജീവിക്കേണ്ടേ? അത് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ അവൾക്കായി വിരിഞ്ഞ നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. അതിന് അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. കോപത്തോടെ നിന്നിരുന്ന മുഖത്ത് നാണം വിരിയുന്നത് വിഷ്ണു കാണുകയാണ്. അത് കണ്ടതും പിന്നെ അവൻ അവിടെ നിന്നില്ല. ബാൽക്കണിയിൽ നിന്ന് റൂമിൻ്റെ അകത്തേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്ത് കർട്ടനും വലിച്ചിട്ട് ജാനിയുടെ അടുത്തേക്ക് അവൻ നീങ്ങി. തൻ്റെ അടുത്തേക്ക് വരുന്ന അവൻ്റെ ഓരോ ചുവടും അവളെ വല്ലാതെയാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീവ്രമായ പ്രണയം താനവൻ്റെ കണ്ണുകളിൽ കണ്ടതാണെന്ന് ജാനി ഓർത്തു. ഇപ്പോഴും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉള്ളത്. തന്നിലേക്ക് വരുന്ന നോട്ടം തന്നെ വിവശയാക്കുന്നുണ്ടെന്നും ജാനി മനസ്സിലാക്കുന്നു. അവൻ്റെ ഓരോ ചുവടും അവളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ അവളും പിറകിലേക്ക് നീങ്ങുകയാണ്. അവസാനം ചുമരിൽ തട്ടി നിൽക്കുമ്പോൾ തൊട്ടുമുന്നിൽ അവൻ്റെ പ്രണയാർദ്രമായ കണ്ണുകൾ അവൾ കാണുകയാണ്. ആ പ്രണയത്തിലേക്ക് താനും കൂപ്പുകുത്തുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഇതുവരെ ആരുടെ കയ്യിൽ നിന്ന് സ്നേഹം കിട്ടാത്തവൾക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ്. ആത്മാർത്ഥമായി ആരെയെങ്കിലും പ്രണയിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അവിടെയും വില്ലനായി സുധി തന്നെയായിരുന്നു മുൻപന്തിയിൽ. അതെ, സ്വന്തമാക്കിക്കോട്ടെ ഞാൻ. തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണെങ്കിലും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് മനസ്സിലാക്കിയവൻ പതിയെ അവളുടെ ചെവിയോരത്ത് പോയി ചോദിച്ചു. പ്രതീക്ഷിക്കാത്തത് എന്തോ അവൻ്റെ ഭാഗത്തു നിന്ന് കേട്ടതും അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് പെടുന്നനെ അവനിലുള്ള നോട്ടം മാറ്റുകയും ചെയ്തു. ഒപ്പം അവൻ്റെ അടുത്തു നിന്ന് മാറാൻ നോക്കിയതും അവളുടെ കൈകളിലേക്ക് അവൻ്റെ പിടുത്തം വീണതും ഒരുമിച്ചായിരുന്നു. നിൽക്ക്, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോ. അവൻ്റെ വാക്കുകളിലും നോട്ടത്തിലും കുറുമ്പ് നിറഞ്ഞു. തന്നിലേക്ക് വരുന്ന അവൻ്റെ നോട്ടം കണ്ടില്ലെന്ന് നടിച്ച് അവൾ മുഖം മറ്റെവിടേക്കോ പായിച്ചു. സമ്മതമാണോ? വിറയാർന്ന ചുണ്ടുകളിലേക്കും കൈകളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി. ഒപ്പം തന്നിൽ നിന്ന് പിടഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നവളെയും അവൻ കൗതുകത്തോടെ നോക്കി. താൻ ചോദിച്ചതിന് ഒന്നും മറുപടി നൽകാതെ പതിഞ്ഞു നിൽക്കുന്നവളെ പ്രണയാർദ്രമായി നോക്കി. പറയടോ, സമ്മതമാണോ? കയ്യിലെ പിടുത്തം ഒന്നുകൂടി മുറുക്കി അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചു. അവളുടെ ഹൃദയം തുടിക്കുന്നത് പോലും അവന് കേൾക്കാം. അവളുടെ ശരീരം മുഴുവനായും വെട്ടിവിയർക്കുന്നത് പ്രണയക്കണ്ണുകളോടെ സസൂക്ഷ്മം നോക്കി നിന്നു. നാണത്താൽ മുഖം മറയ്ക്കുന്നവളെ കാണുമ്പോൾ അവന് ആവേശം കൂടി വന്നു. ഇനിയും വെറുതെ സമയം കളയാൻ പാടില്ല. ജീവിക്കണം. എല്ലാ അർത്ഥത്തിലും തൻ്റെ പാതിയാക്കണം. വേദനിപ്പിച്ചതിനെല്ലാം സ്നേഹം കൊണ്ട് മരുന്നാകണം. ഇനിയും ഒരിറ്റു കണ്ണുനീർ തൻ്റെ പാതിയിൽ നിന്ന് വീഴാതെ നോക്കണം. മനസ്സിൽ അലയടിക്കുന്ന അവളോടുള്ള സ്നേഹം പതിയെ അവൻ അവളിലേക്ക് ചൊരിയാൻ തുനിഞ്ഞു. തൻ്റെ നെഞ്ചോട് അടങ്ങി നിൽക്കുന്ന പെണ്ണിനെ ഒന്നുകൂടി അവൻ മുറുകെ പിടിച്ചു. ഏങ്ങലോടെ അവളും അവൻ്റെ നെഞ്ചോരം പറ്റിച്ചേർന്നു. അവളും ആഗ്രഹിക്കുന്നു. മനസ്സുപോലെ ശരീരവും അവനെ ഉൾക്കൊള്ളാൻ പാകത്തിൽ തയ്യാറെടുക്കുകയാണ്. അവൻ്റെ ഓരോ സ്പർശനങ്ങളും തരളിതമാക്കുന്ന ശബ്ദവും അവളെ മറ്റു പല ലോകത്തേക്കും എത്തിക്കുന്നു. അവൾ അറിയാതെ തന്നെ അവളുടെ കൈകൾ അവനെയും പൊതിഞ്ഞു പിടിച്ചു. അവളിലെ സ്ത്രീ ഉണരുകയാണ്. മനസ്സിൽ എവിടെയൊക്കെയോ ചാലിട്ട് കൂട്ടിയ പ്രണയം പുറത്തേക്ക് വരികയാണ്. അവളിലെ മാറ്റം അവനും മനസ്സിലാക്കുന്നു. ചെറുപുഞ്ചിരിയോടെ മാറോട് അടക്കി പിടിച്ചവളെ അവൻ അറിയാതെ ഇരു കൈകളിലേക്കും കോരിയെടുത്തു. അപ്പോഴും പുറത്ത് നല്ല കാറ്റായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം അകത്തെ കർട്ടൻ പാളികൾ ആടിയുലഞ്ഞു. ജനലുകളിൽ നിന്നും തണുത്ത കാറ്റ് അവരുടെ പ്രണയത്തെ മനോഹരമാക്കാനായി അവരെ തഴുകി കടന്നുപോയി. പതിയെ ബെഡിലേക്ക് കിടത്തുമ്പോൾ പിടയുന്ന അവളുടെ കൺമഷി കണ്ണുകളിലേക്കും വിറയാർന്ന റോസുകളാർന്ന ചുണ്ടുകളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി. തന്നിലെ പുരുഷൻ ഉണരുന്നത് അവനും അറിയുന്നു. ബെഡിൽ കിടത്തിയവളുടെ മുകളിലേക്ക് പതിയെ അവനും ചാഞ്ഞു. അവളും തന്നെ ക്ഷണിക്കുകയാണെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം കൊതിക്കുന്നു, എല്ലാ അർത്ഥത്തിലും സ്വന്തമാകാൻ. റോസുതളാർന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ വിരലുകൾ സ്പർശനം അറിയിച്ചു. അതറിഞ്ഞപ്പോൾ അവളൊന്ന് കുറുകുകയും ചെയ്തു. പിന്നെ ഒട്ടും വൈകാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരങ്ങളെ കവർന്നെടുക്കാൻ തുടങ്ങി. പതിയെ തുടങ്ങിയ ചുംബനം ദീർഘമായി. പരസ്പരം മത്സരിച്ച് രണ്ടുപേരും ചുണ്ടുകൾ കവർന്നു. അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടുകളും മാറി മാറി അവൻ നുണഞ്ഞു. പരസ്പരം നാവുകൾ തമ്മിൽ ഇണപിരിഞ്ഞു. രണ്ടുപേരുടെയും ശരീരങ്ങൾ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുകയാണ്. പരസ്പരമുള്ള ചുംബനങ്ങൾ വിട്ടുമാറാതെ വീണ്ടും അവർ പ്രണയത്തോടെ മത്സരിച്ച് ചുംബിച്ചു. ശ്വാസം കിട്ടാതെയായപ്പോഴാണ് അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറിയത്. അപ്പോഴേക്കും അവളുടെ ഉള്ളിലെ സ്ത്രീ പരിപൂർണമായി ഉണർന്നിരുന്നു. അവനിൽ നിന്ന് മറ്റെന്തൊക്കെയോ കൊതിക്കുകയാണ്.
അത് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നു. ചുണ്ടുകളിൽ നിന്നും അവൻ്റെ മുദ്രണം മുഖമാകെ പടർന്നു. കൈകൾ അവളുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ സ്പർശിക്കാൻ തുടങ്ങി. അവളിൽ നിന്ന് ഏങ്ങലടികൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അത് മതിയായിരുന്നു അവനിലെ കാമം പൂർണ്ണമായി പുറത്തേക്ക് വരുവാൻ. അവളുടെ വിയർപ്പ് ഗന്ധവും അവളിൽ നിന്ന് ഉയരുന്ന ശബ്ദവും അവനെ മറ്റേതൊക്കെയോ ലോകത്തേക്ക് എത്തിക്കുകയാണ്. മൊത്തത്തിൽ അവളെ തിന്നെടുക്കാൻ തോന്നി. അവളുടെ മുഖത്തിൽ നിന്ന് അവൻ്റെ ചുണ്ടുകൾ ദിശ മാറി ഒഴുകാൻ തുടങ്ങി. മുഖത്തു നിന്നും വന്നു പതിച്ചത് അവളുടെ അഴകാർന്ന കഴുത്തിടുക്കിലേക്കാണ്. അവിടെയും അവൻ്റെ സ്നേഹമുദ്രണം ചാർത്തി പതിയെ അവളുടെ വിയർപ്പ് തുള്ളികളെ ഒപ്പിയെടുത്തു. അവളുടെ കൈകളുടെ സ്പർശനം അവനെ തരളിതമാക്കി. അവളിൽ നിന്ന് വരുന്ന ശീൽക്കാരങ്ങൾ അവനെ ആവേശത്തിലാക്കി. കഴുത്തിടുക്കിൽ നിന്ന് മാറിലേക്ക് അവൻ്റെ ചുണ്ടുകൾ വന്നെത്തി. ആഗ്രഹിച്ചതെന്തോ കിട്ടാത്തതുപോലെ അവൻ പതിയെ അവിടെ കടിച്ചു. അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു. അതു മതിയായിരുന്നു അവളിലെ ഉയർച്ച താഴ്ചകളെ അവന് മനസ്സിലാക്കാൻ. റൂമിലുള്ള ലൈറ്റ് കൈയെത്തിച്ച് അവൻ ഓഫ് ചെയ്തു. പതിഞ്ഞ വെളിച്ചം മാത്രമേ റൂമിലുള്ളൂ. രണ്ടുപേരുടെയും ശ്വാസനിശ്വാസങ്ങൾ ആ റൂമിൽ അലയടിച്ചു. രണ്ടുപേർക്കുമിടയിൽ തടസ്സമായിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി ബെഡിൻ്റെ താഴേക്ക് ഉതിർന്നു വീണു.